കേരളത്തിലെ MVD ഇന്ന് കേരള ഗവൺമെന്റിന് വാഹന മോഡിഫിക്കേഷൻ എങ്ങനെയൊക്കെ ലീഗലാക്കാം, എന്തൊക്കെ ലീഗലാക്കാം എന്നുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? MVD കൊടുത്ത റെക്കമെൻഡേഷൻസിൽ പ്രധാനപ്പെട്ടത് ഇവയൊക്കെയാണ്. അതായത് സീറ്റ് കവറുകൾ ചെയ്യാം, ഫ്ലോർ മാറ്റുകൾ ചെയ്യാം, സ്റ്റിയറിംഗ് കവർ സ്റ്റിച്ചിങ്ങുകൾ ചെയ്യാം, ക്രോം ഗാർണിഷുകൾ ചെയ്യാം, നിറം മാറ്റാം, എഞ്ചിന് മോഡിഫിക്കേഷൻസ് ചെയ്യാം, അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ചെയ്യാം. ഇത്തരം സംഭവങ്ങൾ ഇത് വളരെ പോസിറ്റീവായും നെഗറ്റീവായുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതായത് ഇതൊക്കെ ഓൾറെഡി നിലവിലെ ആൾക്കാർ ചെയ്യുന്നതല്ലേ, നമ്മൾ ഈ ഒരു ബിസിനസ് പറയുകയാണെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നതല്ലേ. പക്ഷെ എന്നാൽ പോലും കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പൈസ മുടക്കി ഇത് വാഹനത്തിൽ പിടിപ്പിച്ച് വെക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോഴും ചെയ്യാൻ പറ്റുമോ, വാറണ്ടി ഇഷ്യൂസ് വരുമോ, അങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ടുകളുണ്ട്. ഒരു ഗവൺമെന്റ് തന്നെ, അതും നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു ഗവൺമെന്റ് തന്നെ ഇത്തരം നമ്മളായിട്ട് ബന്ധപ്പെട്ടൊരു ബിസിനസ്സിൽ ഇത്തരത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം കൊണ്ടുവരിക, ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ മാത്രമല്ല, അദ്ദേഹം പ്രധാനമായിട്ട് ഈ ഗവൺമെന്റ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താ, യൂത്തിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് വരും തലമുറേന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഒരു ഗവൺമെന്റ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ എന്തായാലും ഇതിന്റെ കൂടെ ഉണ്ടാവും. എന്തായാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പല ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങളെ വാഹനത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മോഡിഫിക്കേഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് രേഖപ്പെടുത്തിക്കോളൂ. നമ്മൾ ഈ വീഡിയോ എവിടെയെങ്കിലുമൊക്കെ എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ ഉപകാരപ്പെടാം. ആരെങ്കിലുമൊക്കെ റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോ ഉപയോഗിക്കും, നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം.